ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ എവിടെയാണെന്നുള്ളതെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സ്റ്റുഡിയോയിൽ ഇപ്പോൾ അണ്ടർ 499 399 ഓഫറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് കേട്ടോ ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന സെക്ഷനിലെ എല്ലാ ഡ്രസ്സിനും 599 249 റേഞ്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന ടോപ്പിന് 299 ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ആ ടോപ്പിന്റെ റേറ്റ് എനിക്ക് ശരിക്കും അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 599 ഡ്രസ്സസ് എല്ലാം ഓഫറിൽ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അണ്ടർ 499 ഓഫർ ഉണ്ടെങ്കിലും അവിടെയുള്ള എല്ലാ ഡ്രസ്സിനൊന്നും ആ ഓഫർ അവൈലബിൾ അല്ല കേട്ടോ. ഈ കാണുന്ന ഡ്രസ്സസിനെല്ലാം അറൗണ്ട് ഒരു 800 റേഞ്ച് ഉണ്ടായിരുന്നു. ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്താസിന്റെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അറൗണ്ട് ഒരു 499 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ വേറെ സെക്ഷനിൽ ഇതിലും റേറ്റ് കുറഞ്ഞ ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കങ്ങനെ ഒത്തിരി ലാവിഷ് കളക്ഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജീൻസിനെല്ലാം ഞാൻ നോക്കിയതിൽ അറൗണ്ട് 800 തന്നെയായിരുന്നു റേഞ്ച് ഉണ്ടായിരുന്നത്. ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതേ ഈ ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കോസ്മെറ്റിക്സിന്റെ സെക്ഷനിൽ നല്ല കിഡലൻ ഓഫർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നെയിൽ പോളിഷിന്റെ എല്ലാം പല റേഞ്ചിലുള്ള ഓഫേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 149, 49, 79 അങ്ങനെ പല രീതിയിൽ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കളക്ഷൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിന്റെ സെക്ഷൻ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം അറൗണ്ട് ഒരു 99 ആയിരുന്നു റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം വെറൈറ്റി കളക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, സ്റ്റുഡിയോയിൽ മാത്രമല്ല കേട്ടോ, വെസ്റ്റ് സൈഡിലും ഈ ഓഫേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ചെരുപ്പിന്റെ സെക്ഷനിലാണെങ്കിലും ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ ഓഫർ ഇല്ലാത്തതുകൊണ്ട് 249, 149 ആ റേഞ്ചിൽ വരുന്ന ഓഫേഴ്സ് ഉള്ള ചെരുപ്പുകളും ഉണ്ട്. അതുപോലെ തന്നെ 800, 600 ഒക്കെ വരുന്ന നോർമൽ രീതിയിൽ നമ്മൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ ഉള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ ടൈപ്പും ഉണ്ടായിരുന്നു. 299 സെക്ഷനിൽ എനിക്ക് അധികം കളക്ഷൻസ് ഉള്ളതുപോലെ തോന്നിയില്ല കേട്ടോ. അതോ ഇനി തീർന്നു പോയതാണോ എന്നും അറിയില്ല. ജെൻസിന്റെ സെക്ഷനിലെ ടീഷർട്സിന്റെ എല്ലാം നല്ല കളക്ഷൻസ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഓഫേഴ്സ് വരുന്നത് 499, 399, 299 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. ലേഡീസിന്റെ സെക്ഷനിൽ ഓരോ ഡ്രസ്സ് എടുത്തു വെച്ച് കാണിച്ച് ലാസ്റ്റ് ജെൻസിന്റെ സെക്ഷനിൽ എത്തിയപ്പോൾ അതും ഞാൻ തന്നെ എടുത്തു വെച്ച് നോക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഓഫർ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും നോക്കിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ടീഷർട്സിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 149 ആയിരുന്നു. പിന്നെ 299, 399 അങ്ങനെ പല റേഞ്ചിൽ വരുന്നുണ്ട്. ഷർട്ട്സിനൊക്കെ കൂടുതൽ എനിക്ക് ജെൻസിന്റെ സെക്ഷനിൽ കളക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നത് ജീൻസിനും ടീഷർട്സിനും ആയിരുന്നു കേട്ടോ. പിന്നെ ചെരുപ്പിന്റെ സെക്ഷൻ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ആ കാണുന്ന ടീഷർട്ട് എടുത്ത് എന്റെ മേത്ത് വെക്കാൻ പോയപ്പോഴാണ് കേട്ടോ ജെൻസിന്റെ ആണെന്നുള്ളത് എനിക്ക് ബോധം വന്നത്. ലേഡീസിന്റെ സെക്ഷനിലെ ചെരുപ്പിന്റെ കളക്ഷൻസിനേക്കാളും കൂടുതൽ ജെൻസിന്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നു കേട്ടോ. 149, 399 ഒക്കെ അത്യാവശ്യം നല്ല ഷൂസിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഷൂസ് എല്ലാം അത്യാവശ്യം നല്ല സെറ്റ് സാധനം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നതെല്ലാം 299 റേഞ്ചിൽ വരുന്നതായിരുന്നു. അവിടെയും നല്ല കളക്ഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും ഒരു ചെരുപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കുറേയൊക്കെ തപ്പിയെങ്കിലും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നുകൂടിയൊക്കെ വന്ന് കുറേയൊക്കെ തപ്പി തിരഞ്ഞ് എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഏതാന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും ഇപ്പോൾ ഉള്ളത് തൊടുപുഴയിലുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല റഷായിരുന്നു. അപ്പോൾ പിന്നെ എറണാകുളത്തെ ഔട്ട്ലെറ്റിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ അല്ലേ, നല്ല റഷായിരിക്കും അവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടത്തെയൊക്കെ കൂടുതൽ കളക്ഷൻസ് ഒരുപക്ഷെ അവിടെയൊക്കെ കാണുമായിരിക്കും എന്ന്. ഓരോ ഔട്ട്ലെറ്റിലും പിന്നെ കളക്ഷൻസ് ഡിഫറെൻറ്റ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഇവർ പിന്നെ എല്ലാ ദിവസവും സ്റ്റോക്കും അതുപോലെ തന്നെ ഓഫേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഏറ്റവും തിരക്ക് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കിഡ്സിന്റെ സെക്ഷനിലായിരുന്നു കേട്ടോ. ഏറെക്കുറെ എല്ലാം തീർന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അറൗണ്ട് 99 തന്നെ കുട്ടികളുടെ ഡ്രസ്സ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ അവിടെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കുറേ മിനി സ്കേർട്സും അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഷോർട്സ് എല്ലാം കൂടുതലും 199, 249 റേഞ്ചിലും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്.
ഈ കാണുന്നതെല്ലാം ആൺകുട്ടികളുടെ ടീഷർട്സ് ആയിരുന്നു കേട്ടോ. അതെല്ലാം 99-ലായിരുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ചെരുപ്പ്. പിന്നെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ടോപ്പും കുറച്ച് നെയിൽ പോളിഷും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റുഡിയോയിലേക്ക് എത്രയും പെട്ടെന്ന് പൊക്കോട്ടോ. ഓഫേഴ്സ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ ഡിസ്കൗണ്ടിലെല്ലാം നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്.